ഹായ് ഡിയേഴ്സ്, MG യൂണിവേഴ്സിറ്റി PG അഡ്മിഷൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ചെക്ക് ദ ഡീറ്റെയിൽസ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക എന്നത് പറയാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് നിലനിർത്താനായിട്ട് മറ്റ് ഹയർ ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാം. സോ ആദ്യം തന്നെ എല്ലാവരും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സ്ഥിതിക്ക് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുക. എന്നിട്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. അപ്പോൾ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ലഭിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അടയ്ക്കാനുള്ള മാൻഡേറ്ററി ഫീ അടയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലോഗിൻ ടു യുവർ അക്കൗണ്ട്, എന്നിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ നോക്കുക, പിന്നെ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുക. യൂണിവേഴ്സിറ്റി ഫീ വരുന്നത് ജനറൽ കാറ്റഗറിക്ക് 1053 ആണ്. അത് നിങ്ങൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ ഡിഗ്രി MG യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീ വരുന്നത് 1053 ആണ്. സോ 1053 ഈസ് യുവർ ഫീസ്. ഇനി നിങ്ങൾ MG യൂണിവേഴ്സിറ്റി അല്ല, ഡിഗ്രി പഠിച്ചത് മറ്റേത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിലും MG യൂണിവേഴ്സിറ്റിയിൽ ഈ PG അഡ്മിഷൻ ലഭിച്ചവർ മാൻഡേറ്ററി ഫീ ആയി അടയ്ക്കേണ്ടത് 1303 രൂപയാണ്, 1303 റുപ്പീസ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡിഗ്രി പഠിച്ചതിനനുസരിച്ച് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കാനുള്ള മാൻഡേറ്ററി ഫീക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഫീ അടയ്ക്കാനായിട്ട്. ആൻഡ് ഫോർ SC ST കാൻഡിഡേറ്റ്സ്, അത് ഏത് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് നിങ്ങൾ ക്ലിക്ക് ഓൺ ടു ഡൗൺലോഡ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ. എന്നിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാം. ഇനി അലോട്ട്മെൻറ്റ് മെമ്മോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാൻസ് ഉണ്ട് ടെമ്പററി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട്. അതായത് ടെമ്പററി ഓർ പെർമനൻറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. ഹയർ ആൻഡ് ലോവർ ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ആയിട്ട് നിങ്ങളിപ്പം കിട്ടിയിട്ടുള്ള ഓപ്ഷനിലായിരിക്കും നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ കോളേജിലാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് പെർമനൻറ്റ് അഡ്മിഷൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥിക്ക് സംബന്ധിച്ച് ടെമ്പററി എന്നൊരു ഓപ്ഷൻ വരുന്നതേ ഇല്ല. ആ വിദ്യാർത്ഥി തീർച്ചയായിട്ടും അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അല്ലാത്ത എല്ലാ സ്റ്റുഡൻസിനും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റെല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ആവുകയും ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതുമാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കുക എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ടെമ്പററി അഡ്മിഷൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കുന്ന ഡീറ്റെയിൽസ് പറയാം. അപ്പം നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ ഹാപ്പി അല്ല, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അപ്പം നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ടെമ്പററി എന്ന് കൊടുത്താൽ മതി. ടെമ്പററി അഡ്മിഷൻ, മോഡ് ഓഫ് അഡ്മിഷൻ ടെമ്പററി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് റീറ്റെയിൻ ആവും. അപ്പം നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ഹയർ ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ടെമ്പററി അഡ്മിഷൻ കൊടുത്ത വിദ്യാർത്ഥി പിന്നെ വേറൊന്നും ചെയ്യാനില്ല. ആദ്യം യൂണിവേഴ്സിറ്റിയുടെ ഫീ അടച്ചു. എല്ലാവരും ആദ്യം തന്നെ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ അടയ്ക്കുക. ടെമ്പററി ഓർ പെർമനൻറ്റ് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാവരും തന്നെ അടയ്ക്കാം. എന്നിട്ട് ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ടെമ്പററി എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ്. അപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് നിങ്ങളുടെ ഫീ അടയ്ക്കേണ്ടതില്ല, കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട, ഈ സ്റ്റെപ്പ് ഒന്നും ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നവർ ചെയ്യേണ്ട. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത അലോട്ട്മെൻറ്റിന്, സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ പിന്നെ നിങ്ങൾ കോളേജിനെ ബന്ധപ്പെടുക. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ വന്നിട്ടുണ്ടാവും കോളേജിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ആ കോളേജ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ട് ആ കോളേജിനെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് വെരിഫിക്കേഷനായിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഡിജിറ്റൽ കോപ്പീസ് മതി. നിങ്ങൾ കോളേജിലേക്ക് പോകേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ ജസ്റ്റ് കോൾ ചെയ്യുക. എന്നിട്ട് എന്നാണ് അഡ്മിഷൻ, എങ്ങനെയാണ് അഡ്മിഷൻ എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങളെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഡിജിറ്റൽ കോപ്പീസ് അവിടേക്ക് വെരിഫിക്കേഷനായിട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പ്രൈമറി ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്? അലോട്ട്മെൻറ്റ് മെമ്മോ, സൈൻഡ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ. പിന്നെ വരുന്നത് TC ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഡിഗ്രി പഠിച്ച കോളേജിലെ TC ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പിന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതെല്ലാവർക്കും വേണ്ട. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ആ ഒരു കോളേജിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീ ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് നിങ്ങൾ കോളേജിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ അഡ്മിഷൻ എടുക്കണ കാര്യം 15/12
2020. അപ്പോൾ ഡിസംബർ 15 ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡേറ്റ് ശ്രദ്ധിക്കുക. ഡിസംബർ 15 നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെമ്പററി പെർമനൻറ്റ് ഏത് തന്നെയായാലും അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിൻ്റെ ഇടയിൽ ഇലക്ഷനും മറ്റ് പ്രോബ്ലം എന്നല്ല, മറ്റ് തടസ്സങ്ങളൊക്കെ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച്, ഡേറ്റൊക്കെ ശ്രദ്ധിച്ചിട്ട് വളരെ പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വരുന്നത് ഹെൽപ്പ് ഡെസ്ക് നമ്പേഴ്സ് കുറച്ച് ദിവസത്തേക്ക് അവൈലബിൾ ആയിരിക്കില്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്ക് നമ്പേഴ്സ് വിൽ നോട്ട് ബി അവൈലബിൾ ഫോർ ഫ്യൂ ഡേയ്സ്. ഓക്കെ, 9-12 മുതൽ 11-12 വരെ ഹെൽപ്പ് ഡെസ്ക് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ കോളേജിന് അതിന് മുന്നേ അല്ലെങ്കിൽ അതിന് ശേഷം ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റീറ്റെയിൻ ചെയ്ത് ടെമ്പററി അഡ്മിഷൻ എടുത്തവർക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യമുണ്ട്. അവർക്ക് മാത്രമല്ല, ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്കും ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഒരുപാട് അലോട്ട്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ കണ്ടതല്ലേ മറ്റൊരു വീഡിയോയിൽ എത്രത്തോളം അലോട്ട്മെൻറ്റ്സ് MG യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം എന്തായാലും നിങ്ങൾക്ക് സീറ്റ് അതിലേതെങ്കിലും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള ഒരു സമയം യൂണിവേഴ്സിറ്റി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം, അതേപോലെ റീഅറേഞ്ച് ചെയ്യാം. പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കില്ല. അത് ഡേറ്റ് വരുന്നത് ഡിസംബർ 16 ഓക്കെ, 16-12-2020. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ആ ഹാപ്പി ന്യൂസൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പം നമുക്കൊരു സന്തോഷമാവില്ല, എല്ലാവർക്കും സന്തോഷമാവും. സോ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ, പ്ലീസ് സപ്പോർട്ട് ദ ചാനൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ പുതിയ ഇൻഫർമേഷനുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.